അപ്പോൾ നമ്മൾ പിന്നെയും ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് മനസ്സിലാക്കുമെങ്കിൽ ചിലപ്പോൾ പുറകിലായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും സ്റ്റാർബക്സ് എന്ന്. സ്റ്റാർബക്സിൻ്റെ ഫുൾ മെനു കഴിച്ചാൽ നിങ്ങൾക്ക് 10,000 രൂപ വരും. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് എറണാകുളത്ത് പോകാനുണ്ട്. ഇത് കാഡ്ബറി എനിക്ക് കഴിക്കാൻ വേണ്ടി അല്ല, ഇതെങ്ങനെ വന്ന് കാണണമെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് പോകാം. ഇന്ന് രാവിലെ എഴുന്നേപ്പിച്ച ആൾക്കാർ കേട്ടത് ഒരു കാഡ്ബറിയും തന്ന് ഇവന്മാരെല്ലാം കൂടി എഴുന്നേപ്പിച്ചു രാവിലെ. നമുക്ക് പ്ലേ ബട്ടൺ കാണണം. കണ്ടല്ലേ ഷൂ വന്ന് കേട്ടോ അച്ഛൻ്റെ. അത് അച്ഛൻ കണ്ടില്ലെന്ന് തോന്നുന്നു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയെന്ന് തോന്നുന്നു. ഷൂ ഇട്ടിരിപ്പുണ്ട്. അച്ഛൻ വന്നിട്ട് നമുക്ക് കൊടുക്കാം. മറ്റേ സൈസ് 9 അല്ലായിരുന്നു ഞാൻ മേടിച്ചത്, ഇപ്പൊ 8 മാറ്റി മേടിച്ചായിരുന്നു. ഇതെന്തായാലും ഫ്രിഡ്ജ് വെച്ചേക്കാൻ, ഡയറ്റിലായാലും കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ച് ഞാൻ കുളിച്ച് കഴിഞ്ഞ് അപ്പോൾ ആദ്യം നമുക്ക് ക്യാമറ മേടിക്കാൻ പോകണം. അതും മേടിച്ചുകൊണ്ട് പിന്നെ നമുക്ക് എറണാകുളത്ത് പോകണം. ഏകദേശം 40-47 കിലോമീറ്റർ ഉണ്ട് സ്റ്റാർബക്സ്. അച്ഛൻ്റെ ഷൂ ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒളിപ്പിച്ചെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ തുറക്കുകയും ചെയ്താലോ. തുറക്കത്തില്ല, എന്നാലും വെച്ചേക്കാം ഇവിടെ. കണ്ടൻ്റെ അനിയനും ഉറങ്ങുവാണല്ലേ പാവം. ഫുഡ് കഴിച്ചു ഇതാണ് അനങ്ങാത്ത. ഞാൻ വന്നിട്ട് അവിടെ വേറെ ആൾക്കാർ കിടന്നുറങ്ങുന്നു. ഒരു കളർ നോക്കിയാണ് ഉറങ്ങുന്നത്. കറുപ്പ് പോയിട്ട് അവിടെ കിടന്നുറങ്ങി, വെളുപ്പ് പോയിട്ട് ഇവിടെ വന്ന് ഇറങ്ങി. ഞാൻ കാറ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ കാറുമായിട്ട് എൻ്റെ സെക്കൻഡ് ക്യാമറമാൻ വരുന്നതാണ്. ഇതുവരെ കാണുന്നില്ല. ആ വണ്ടി കിട്ടാൻ ഇനി അരമണിക്കൂർ ലേറ്റ് ആവും. അത് വേറെ അടുത്ത് കൊണ്ടുവരിക്കുമായിരുന്നു, വേറെ എവിടെയാണ് വാടകയ്ക്ക് കൊടുത്തത്. അപ്പോൾ അവൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവനെ ഒന്ന് വീട്ടിലാക്കണോ, അതെവിടെയാണ് കുറച്ച് പോകണം. അതാക്കിയിട്ട് അതിന് ഞങ്ങളാക്കുന്ന മനസ്സിലാകുന്നില്ല. പിന്നെ ക്യാമറ അവനെ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. കാറ് വന്നില്ല ഇതുവരെ. ഇന്നലെ അച്ഛൻ വന്ന് അച്ഛന് ഷൂ കൊടുക്കും. എന്നാ ശരി, ഷൂ 8 നമ്പർ. ഇട്ടോണ്ട് പോവും. അത് ഊരിട്ട് എടുത്തിട്ട് പോരെ. ഷൂ ഓൾറെഡി ഉള്ളതുകൊണ്ട് സോക്സ് വെക്കണ്ടല്ലോ. ടാഗ് പൊട്ടിച്ച അച്ഛൻ ഇട്ട് നോക്കിട്ട് പൊട്ടിക്കണ്ടായിരുന്ന. 8 നമ്പർ അല്ലേ? 8 നമ്പർ അങ്ങനെയാണ്. ഇനി ഇത് റിട്ടേൺ ഇല്ല, ടാഗ് പോയി. അപ്പൊ റിട്ടേൺ ചെയ്യോ കരിക്ക് ടാഗ് ചെലാകെ കറക്റ്റ് ആണ്. അത് കറക്റ്റ് അല്ലേ? റിട്ടേൺ പോലും ചെയ്തില്ല ഇപ്രാവശ്യം. കണ്ട അതന്നെ ഇട്ടോ അച്ഛൻ. അതന്നെ ഇട്ടിട്ട് പോ അച്ഛൻ. എന്തായാലും ആ ഷൂ ഇടണം. അപ്പൊ ഈ ഷൂനെ ഇട്. കല്യാണത്തിന് പോകാൻ റഫായിട്ട് ഇടാനാ, ഇത് കാഷ്വലായി ഇടാനാ. കല്യാണത്തിന് ഇടുന്നത് എപ്പോഴും കല്യാണം വരുന്നുണ്ടായിരുന്നു. ഏത് അമ്മാന്റെ മോളുടെ കല്യാണം ആട്ടെ. എന്റെ വീട്ടിലുള്ള എല്ലാ രീതിയിലും ഇങ്ങനത്തെ ഇട്ടുകൊണ്ട് നടക്കുവാണ്. ഇതിപ്പോ അച്ഛൻ അത് ഇട്ടോണ്ട് പോയി. അവിടെ എന്താ പിള്ളേരാ എന്നെ തപ്പി വന്നതാണ്. ഫൈനലി അങ്ങനെ എന്റെ ക്യാമറമാൻ എത്തി വണ്ടിയായിട്ട്. അപ്പൊ ഇവിടുന്ന് ക്യാമറ മേടിക്കാൻ പോവാ. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ എറണാകുളം പോവാം. ഞങ്ങൾ ക്യാമറയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ക്യാമറ മേടിച്ചിട്ട് വരും. സെയിം സ്ഥലത്ത് എത്തിയുണ്ട്. ബാറ്ററി ഒക്കെ ചാർജ് ചെയ്ത് വെച്ചാൽ എനിക്ക് വേണ്ടി. അപ്പം ഈ ക്യാമറ, ഈ ലെൻസ്, ഇനിയും ലെൻസും ക്യാമറയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ജോലി എൻ്റെ ഇത് വെച്ച് ആയിക്കോളൂ. പിന്നെ ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട്. നമുക്ക് പോവാം. വണ്ടി എത്തി യൂരിനെടുത്ത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നത് സ്റ്റാർബക്സിലോട്ടാണ്. ഞാൻ പറഞ്ഞത് സ്റ്റാർബക്സാണ് ചെയ്യുന്നത്. അടുത്ത ഫുഡ് ചാലഞ്ച്. അപ്പോൾ നമ്മൾ സ്റ്റാർബക്സ് ചെയ്യാൻ പോവാ. ഒടുക്കത്തെ പൈസ കത്താൻ പോവാണ്. എത്ര കത്തൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയിട്ട് അവിടെ ഏതെങ്കിലും 2 ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സമ്മതിച്ച് തരും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. എന്തായാലും അവിടെ എത്തിയിട്ട് പറയാം. അങ്ങനെ ഫൈനലി സ്റ്റാർബക്സ് എത്താറായി. ഞാൻ 2 മണിക്കൂർ എടുത്ത് കേട്ടോ. ഉറങ്ങാൻ ശ്രമിച്ച് എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇത് ഇവിടെ എങ്ങാണ്ട് വരും. ഇവിടെ കിടക്കുന്നു സ്റ്റാർബക്സ് കോഫി. ഇത് ഇവിടെ സ്റ്റാർബക്സിൽ അവർ വീഡിയോ എടുക്കാൻ അലോ ചെയ്യത്തില്ല. എല്ലാ സ്റ്റാർബക്സിലും അലോ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഒട്ടുമില്ല, ഐഫോണും ഇല്ലെന്നാണ് അവർ പറച്ചില്. എടുക്കാം, പക്ഷെ ചിലപ്പോൾ അവർ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ ഫോറം മോളിൽ സ്റ്റാർബക്സ് ഉണ്ട്. അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് അവരുടെ ഡൈനിങ് ഏരിയ ഉണ്ടല്ലോ, അവിടെ വെച്ച് കഴിക്കാം. അതായിരിക്കും നല്ലത്. മോളിലെത്തി ഇവിടുന്ന് സ്റ്റാർബക്സ് സപ്പോർട്ട് ഇവിടെ നടക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർബക്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാനേജർ നമ്മളെ റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചു. അല്ലെങ്കിൽ മോനെ ഈ ക്യാമറയുടെ വാടക വെറുതെ കൊടുക്കേണ്ടി വന്നതാണ്. എന്നുവെച്ചാൽ ഐഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യേണ്ടത്. ഐഫോൺ വെച്ച് എനിക്ക് വലിയ എന്ന് വെച്ചാൽ ഷോപ്പിനകത്ത് ഐഫോൺ വെച്ച് പുറത്തിറങ്ങി നമ്മൾ ഈ ഡൈനിങ് സ്പേസിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഏരിയക്കകത്ത് നമുക്ക് ക്യാമറ വെച്ച് എടുക്കാമെന്ന് പറഞ്ഞു. ക്യാമറയ്ക്ക് വേണ്ടി മോളിൽ നമ്മളൊന്ന് പിടിച്ചു നിർത്തി. അപ്പം ഇപ്പോൾ ഇവിടുത്തെ മാനേജറെ കാണുന്നുണ്ട് മോളിൻ്റെ. അവിടെ പോയി ചോദിച്ചിട്ട് വരാം. ചോദിച്ചാൽ പിന്നെ അങ്ങനെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം കുറേ ലേറ്റ് ആയിട്ടല്ല, ഞാൻ കുറച്ച് നേരത്തെ കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെയും ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് മനസ്സിലാക്കുമെങ്കിൽ ചിലപ്പോൾ പുറകിലായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും സ്റ്റാർബക്സ് എന്ന്. സ്റ്റാർബക്സിൻ്റെ ഫുൾ മെനു കഴിച്ചാൽ നിങ്ങൾക്ക് 10,000 രൂപ വരും. അപ്പോൾ ഫൈനലി ഞാൻ വീഡിയോ ചെയ്ത് തീർത്ത്. ചോദിക്കരുത് എത്ര സമയം എടുത്തെന്ന്. മണിക്കൂറുകളൊക്കെ ഇവിടെ നിൽക്കുമായിരുന്നു. ഒരാളെ കിട്ടാൻ സമയമെടുത്ത്, ചാലഞ്ച് ചെയ്ത് തീർക്കാൻ സമയമെടുത്ത്. പിന്നെ ക്യാമറയുടെ കുറേ ഇഷ്യൂകൾ അറിഞ്ഞതല്ലേ. എന്തായാലും ഇപ്പോൾ എൻ്റെ ക്യാമറമാൻ സ്റ്റാർബക്സ് പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പൊക്കത്ത് പോയിട്ട് വല്ലതും കഴിക്കാൻ വരുന്ന ചിക്കൻ വല്ലതും കഴിക്കും. എന്നാൽ ഇവിടെ സ്റ്റാർബക്സിൽ വന്നായിരുന്നു. നമുക്കൊരു അവരുടെ ചെറിയൊരു ടെഡി ബിയർ ഉണ്ട്, അത് മേടിച്ച്. എത്രയാണ്? 450. എന്നാൽ പിന്നെ 450 രൂപയാണ്. പിന്നെ മേടിക്കണം. ഒടുക്കത്ത് പോയില്ല. 450 രൂപ ചെറിയ ചെടി.
അത് ഇമ്പോർട്ടൻ്റ് ഇടിയാണെന്ന് തോന്നുന്നു. ഏറ്റവും വിറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാമറയുടെ റെന്റ് കൊടുക്കേണ്ട ഒരു ഞാൻ ക്യാമറ ഉപയോഗിച്ചിട്ട് പോലും ഞാൻ ഫുഡ് സ്റ്റോളിലെത്തി എനിക്ക് ചിക്കനാണ് തപ്പുണ്ടത്, അതിലൂടെ വേണ്ട. ഏതൊക്കെ ഞാനൊരു അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നും ഇവിടെ കിട്ടത്തില്ല. പിന്നെ വിലയും കൂടില്ല, പക്ഷേ വഴി വെച്ച് കഴിക്കാൻ ഞാൻ പാതിരാത്രിയോ ആലപ്പുഴ എത്താനത്ത്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ആ ഇരിക്കുന്ന സമയം പോലും പറയാൻ പറ്റില്ല. ഓക്കെ, സ്റ്റാർബക്സ് ഇരുന്നപ്പോൾ എപ്പോൾ സമയം പോകുന്നു പറഞ്ഞില്ല, പക്ഷേ സെയിം അറ്റ്മോസ്ഫിയർ അല്ലേ എപ്പോഴും. ആ ക്യാമറയുടെ ദുഃഖം എനിക്ക് ഇപ്പോഴും ഉണ്ടറിയാം. കിടിലം വീഡിയോ കിട്ടിയാണ്, അത് കിട്ടിയുമില്ല. അവസാനം പൈസയും കഴിയുന്നു. ചിലപ്പോൾ ഫുഡ് കണ്ട് നമുക്ക് രണ്ടുപേർക്കും വേണ്ടി കേട്ടോ. ശിവൻ തന്നെ കഴിക്കത്തുള്ളൂ, ചപ്പാത്തിയൊക്കെ ഒന്നും കഴിക്കത്തുള്ളൂ. എനിക്ക് കുറവായത്, ഞാനിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ഇത് ലെബനീസ് ചിക്കനാണ്. അപ്പോൾ അല്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമോ ഏകദേശം 2 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂർ ട്രാഫിക് കാണത്തില്ല, പക്ഷെ എന്നാലും റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അത് നോക്കട്ടെ. പേര് ആദിൽ. ഇവൻ പറയാറ് ഇവൻ ഇവിടെ പെട്രോൾ പമ്പിന് ഇവൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ ഇവൻ ഏതാണ്ട് രാത്രി എത്ര മണി തൊട്ട്? രാത്രി 10 മണി തൊട്ട് 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ. പിന്നെ ഒരു അവിടെ അടുത്തായിട്ട് റെസ്റ്റോറൻറ്റിൽ രാവിലെ 11 തൊട്ട് രാത്രി 10 മണി വരെ, 9 മണി വരെ. നീ അപ്പൊ കിടക്കുന്നില്ല, ഓൾമോസ്റ്റ് 24 മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ സൈഡ് ഹസിലാണെന്ന് തോന്നുന്നു. അപ്പം നീ പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും വെച്ച് കാണുന്നീ എന്നെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോക്കകത്ത് പോവാ കേട്ടാ. ഞാനിപ്പോൾ ജസ്റ്റ് ഡീസൽ ഇടാൻ വേണ്ടി കയറിയതേ ഉള്ളൂ. ജസ്റ്റ് വണ്ടിക്ക് 2 സംസാരിച്ചപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞ്, അത് കേട്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തേക്കാന്ന്. വീഡിയോ എടുക്കുന്നില്ല, ഓൾമോസ്റ്റ് എൻ്റെ വ്ളോഗ് ഇന്ന് തീർന്നതാണ്. പിന്നെ അവൻ്റെ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ അത്രയ്ക്ക് ഹസിൽ ചെയ്യുന്നുണ്ട് പയ്യ. 2 ജോലിയും ഓൾമോസ്റ്റ് ഫുൾ ടൈം ഇവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നു. എന്തെങ്കിലും അവനൊരു വീഡിയോക്കകത്ത് കിട്ടുന്നത് അവനെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ചേച്ചൻ വീടിൻ്റെ അടുത്ത് എത്തി. ജസ്റ്റ് ഞാൻ വല്ലതും കഴിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് കയറി കേട്ടോ. കയറാൻ പോകുന്നത് ആ കട. വേറൊരു കടയും കിട്ടുന്നില്ല, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഫുൾ എംപ്ലറ ഇവിടുത്തെ വേറെ വേണം. രാവിലെ ഒന്നും കഴിച്ചില്ല, ഫുൾ ഗ്യാസ് കയറി. എന്തായാലും ഞാൻ നമ്മളെ കിട്ടാൻ നോക്കിയിട്ട് വരട്ടെ. ചേച്ചൻ വീട്ടിലെത്തി, പക്ഷേ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയുള്ള നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.